നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. വേൾഡ് കപ്പിൽ ഇന്ന് ലാറ്റിൻ അമേരിക്കൻ ടീമായ ഉറുഗ്വായി സൗദി അറേബ്യയുമായിട്ട് ഏറ്റുമുട്ടുകയാണല്ലോ. നാളെ പുലർച്ചെയാണ് കളിയുള്ളത്. അതിനു മുമ്പ് അവരുടെ ട്രാവലിങ്ങുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ. ഉറുഗ്വായി ഫുട്ബോൾ ഫെഡറേഷൻ ഫിഫയാണ് ഇതിനെ കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. അക്കാര്യം ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിടിപ്പേടുകൾ ഫിഫയുടേത് വല്ലാതെ അങ്ങ് കൂടിയൊരു വേൾഡ് കപ്പാണെന്ന് പറയേണ്ടി വരും. പല പ്രശ്നങ്ങൾ, റഫറിയുമായി ബന്ധപ്പെട്ട വിഷയം, സൊമാലി റഫറി, ഒടുവിൽ അദ്ദേഹത്തിന് ഫുൾ പേയ്മെൻറ്റ് കൊടുക്കും ഫിഫ എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതുപോലെ തോമസ് പാർട്ടി, ഗാനയുടെ ക്യാപ്റ്റൻ, അദ്ദേഹത്തിന് ഒരു കളി കളിക്കാൻ പറ്റൂല, കാരണം കാനഡയിൽ വിസ കൊടുക്കുന്നില്ല. ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ. അതിനിടക്കാണ് ഇപ്പോൾ ഈ ഉറുഗ്വായുടെ ട്രാവലിങ്ങുമായി ബന്ധപ്പെട്ട് വിഷയം ഉണ്ടായിരിക്കുന്നത്. ഉറുഗ്വായി അവരുടെ ട്രെയിനിങ് ബേസ് മെക്സിക്കോയിലാണ് സെറ്റ് ചെയ്തിരുന്നത്. മെക്സിക്കോയിൽ നിന്ന് അവർക്ക് US പറക്കണം ആദ്യ മത്സരത്തിന് വേണ്ടിയിട്ട്. അതിനുവേണ്ടി തയ്യാറാക്കി അനുവദിച്ച ചാർട്ടേഡ് ഫ്ലൈറ്റ് അത് US ഇറങ്ങാൻ പറ്റൂല എന്ന് പറഞ്ഞു. അതിൻ്റെ ഡോക്യുമെൻറ്റേഷനോ എന്തൊക്കെയോ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് US ഇറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ വിമാനത്തിന് അവിടെ നിന്ന് പറക്കാൻ പറ്റിയില്ല. പിന്നെ അവസാനം ആകെ പ്രശ്നമായി. വേറെ വിമാനം അറേഞ്ച് ചെയ്ത് ലേറ്റായിട്ടാണ് ടീം കളിക്ക് വേണ്ടി ലാൻഡ് ചെയ്യുന്നത്. കോച്ചിൻ്റെയും അതുപോലെ തന്നെ കോച്ചിൻ്റെ കൂടെ പത്രസമ്മേളനത്തിൽ ഇരിക്കേണ്ട താരത്തിൻ്റെയും ഒക്കെ പത്രസമ്മേളനമൊക്കെ വൈകിട്ടാണ് പിന്നെ നടത്തിയത്. അതിൽ ഉറുഗ്വായി ഫുട്ബോൾ ഫെഡറേഷൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫിഫയെ ഒന്ന് കുത്തി പഴയ ചില പോസ്റ്റുകൾ എടുത്തിടുകയും ചെയ്തു. 2010 വേൾഡ് കപ്പിൽ ഇതേപോലെ ഉറുഗ്വായുടെ ഒരു ഫ്ലൈറ്റ് ഡിലേ ആയിട്ടുണ്ടായിരുന്നു. അന്ന് ഡിയേഗോ ഫോർലാൻ ഇട്ട പോസ്റ്റ് വീണ്ടും ഉറുഗ്വായി ഫുട്ബോൾ ഫെഡറേഷൻ എടുത്തിട്ടു. അങ്ങനെ ആകെ വല്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. എന്നാലും ഫിഫ ഒടുവിൽ ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട്. ഫിഫ അതിൽ പറയുന്നത് ഉറുഗ്വായുടെ ട്രാവൽ ഇഷ്യൂസ്, അതായത് കൺകളിൽ നിന്ന് മയാമിയിലേക്കുള്ള ട്രാവൽ ഇഷ്യൂസ്, അത് പരിഹരിക്കാൻ വേണ്ടി പരമാവധി ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അതായത് എയർലൈൻ്റെ പെർമിറ്റിംഗ് എററാണ് സംഭവിച്ചത്. ഉറുഗ്വായ് നാഷണൽ ടീമിൻ്റെ യാത്ര, അതുകൊണ്ടാണ് മയാമിയിലേക്കുള്ള യാത്ര വൈകിയത്. എയർലൈൻ ഈ വിഷയത്തിൽ ഇങ്ങനെ ഒരു ഇൻകൺവീനിയൻസ് ഉണ്ടായതിൽ മാപ്പ് പറഞ്ഞിട്ടുണ്ട്. ഫിഫ ഇവരുമായി, ഉറുഗ്വായ് നാഷണൽ ടീമുമായിട്ട് ക്ലോസ് കോണ്ടാക്റ്റ് നടത്തി. ഡിലേ സംഭവിച്ചിട്ടുണ്ട്, അത് ഒഴിവാക്കാൻ വേണ്ടി എയർപോർട്ട് ആൻഡ് ഓപ്പറേഷണൽ പാർട്ട്നേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ പരിഹരിക്കാനാണ് ശ്രമിച്ചത്. ഏറ്റവും ചെറിയ രൂപത്തിൽ ഈ ഡിസ്റപ്ഷൻ്റെ എഫക്റ്റ് ഏറ്റവും ചെറിയ രൂപത്തിലാക്കാൻ വേണ്ടി ഫിഫ കഴിയാവുന്നതൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയാണ് പിന്നെ ഫിഫ ചെയ്തത്. എന്നാൽ ഈ വിഷയത്തിൽ ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസ് വാർത്ത പ്രസിദ്ധീകരിച്ചതിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഉറുഗ്വായ് ഫുട്ബോൾ ഫെഡറേഷൻ ഇതിൽ അതൃപ്തിയുണ്ട്, അവർ ഫിഫയാണ് പൂർണ്ണമായിട്ടും കുറ്റപ്പെടുത്തുന്നത് എന്ന്. അത് നമുക്ക് നോക്കാം എന്താണ് ആ റിപ്പോർട്ടിൽ പറയുന്നത് എന്ന്. ഉറുഗ്വായ് ടീം സൗദി അറേബ്യക്കെതിരെ അവരുടെ ഫസ്റ്റ് ഗ്രൂപ്പ് മാച്ച് കളിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ്. അപ്പോൾ അതിനു മുമ്പാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അവരുടെ ട്രെയിനിങ് ബേസ് ഉണ്ടായിരുന്നത് മെക്സിക്കോയിൽ കാൻഗണിലാണ്. അവിടെ നിന്നുള്ള വിമാനം US എൻ്റർ ചെയ്യാൻ പെർമിറ്റ് ഉണ്ടായിരുന്നില്ല. അത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി. പിന്നെ ഒരു സെക്കൻഡ് പ്ലെയിന് വന്നു, അത് കമ്മീഷൻ ചെയ്തു. അതാണ് പിന്നെ സൗത്ത് ഫ്ലോറിഡയിലേക്ക് ടേക്ക് ഓഫ് ചെയ്തത്. ഏതായാലും ഉറുഗ്വായ് ഫുട്ബോൾ ഫെഡറേഷൻ ഇതുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി. അതിൽ പറഞ്ഞത് ഡ്യൂ ടു പ്രോബ്ലംസ് ബിയോണ്ട് ദി കൺട്രോൾ ഓഫ് AUF, അതായത് ഉറുഗ്വായ് ഫുട്ബോൾ ഫെഡറേഷൻ്റെ കരങ്ങളിലല്ലാത്ത ചില പ്രശ്നങ്ങൾ കൊണ്ട്, അവരുടെ നിയന്ത്രണത്തിലല്ലാത്ത ചില പ്രശ്നങ്ങൾ കൊണ്ട് മെക്സിക്കോയിൽ നിന്ന് ദേശീയ ടീമിൻ്റെ USA യാത്ര വൈകിയിരിക്കുകയാണ്. സ്ക്വാഡ് ഹോട്ടലിൽ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡിപ്പാർച്ചർ ടൈം ഇപ്പോൾ ഫിഫ അറിയിച്ചിരിക്കുന്നത് 4:15 PM ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ഈ വിഷയം പരിഹരിക്കപ്പെടുന്നതിന് മുമ്പ് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ കൃത്യമായിട്ട് ഫിഫയെ തന്നെ അവർ ബ്ലെയിം ചെയ്യുന്നു. അപ്പോൾ ദി അത്ലറ്റിക് അവരുമായിട്ട് ബന്ധപ്പെട്ടു. ഉറുഗ്വായ് ഫുട്ബോൾ ഫെഡറേഷൻ്റെ സ്പോക്സ് പേഴ്സൺ ഇത് ഫോൾട്ട് ഫിഫയുടേതാണ് എന്ന് എടുത്തു പറഞ്ഞു എന്നാണ് ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഹൂ ഈസ് ടു ബ്ലെയിം എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം ഫിഫ എന്ന് തന്നെ കൃത്യമായിട്ട് പറയുന്നു. ഏതായാലും ഈ വിഷയത്തിൽ ഫിഫ ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി വിഷയം പരിഹരിച്ചു എന്ന തരത്തിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നേരത്തെ ബിയൽസ, നമുക്കറിയാം ബിയൽസയാണ് ഉറുഗ്വായുടെ കോച്ച്. കോപ്പ അമേരിക്കയുടെ സമയത്ത് അധികൃതർക്കെതിരെ ആഞ്ഞടിച്ചത് നമുക്ക് ഓർമ്മയുണ്ട്. അത്തരത്തിൽ അദ്ദേഹം വീണ്ടും ഒരു സ്റ്റാൻഡ് എടുക്കുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്.
പ്രസ് കോൺഫറൻസ് നേരത്തെ മയാമിയിൽ 6:45 PM ഇന്നലെ ഷെഡ്യൂൾ ചെയ്തിരുന്നതാണ്. അത് പിന്നെ വൈകി 8 മണിക്ക് ശേഷമാണ് നടന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.